ഈ നിയമങ്ങളും കോൺഗ്രസ് ഇവിടെ നടപ്പാക്കിയ കാര്യങ്ങളും സനിഷ്കർഷം നിഷ്പക്ഷമായി പഠിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒറ്റൊരു കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ എ.ഒ. ഹ്യൂം എന്ന് പറഞ്ഞ ആള് 1855 ഉണ്ടാക്കിയ പാർട്ടി, ആ പാർട്ടിയുടെ ജന്മലക്ഷ്യം ഈ ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളുടെ എണ്ണം കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. 1947 അവർ മുസ്ലിങ്ങൾക്ക് 2 രാഷ്ട്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഒന്നാണ് അന്നേരം ഉണ്ടാക്കിയതെങ്കിലും പിന്നീട് അത് 2ആയി, പാകിസ്ഥാനും ബംഗ്ലാദേശും. 2047 ആകുമ്പോഴത്തേക്ക് അതിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ചുരുങ്ങിയത് ഒന്നും കൂടി ഈ ഇന്ത്യയെ, ഭാരതത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടി അവർ കരാറെടുത്തിരിക്കുകയാണ്, കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. അങ്ങനെ ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാൻ കൊട്ടേഷൻ എടുത്ത തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും കൊട്ടേഷൻ എടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്ന്. ആ പണിയാണ് കോൺഗ്രസ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2047 ആകുമ്പോഴത്തേക്ക് ഈ രാജ്യത്തെ ഒരു മുസ്ലിം രാജ്യമാക്കണം. എണ്ണം കൊണ്ട് ഭൂരിപക്ഷമായില്ലെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ, നേരത്തെ തലയെണ്ണി പറഞ്ഞാണ്, മുസ്ലിങ്ങളുടെ തലയെണ്ണി പറഞ്ഞാണ് പാകിസ്ഥാൻ അവര് മുറിച്ചു കൊടുത്തതെങ്കിൽ, ഇപ്പോ അവര് ഭൂമിയുടെ കാര്യം പറഞ്ഞാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് എത്ര ഭൂമിയുണ്ട്? ഭൂരിപക്ഷം ഭൂമിയും മുസ്ലിങ്ങളുടേതാണ്. അതുകൊണ്ട് ഇത് മുസ്ലിം രാജ്യമാണ് എന്ന് പറയും. അങ്ങനെ തങ്ങൾക്ക് ഈ രാജ്യങ്ങൾ തരുന്ന ഗാന്ധി കുടുംബത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗിന്, ജമാഅത്തെ ഇസ്ലാമിക്ക്, പോപ്പുലർ ഫ്രണ്ടിന് മൃഗീയ ആധിപത്യമുള്ള വയനാട് മണ്ഡലത്തിൽ ആദ്യം രാഹുൽ ഗാന്ധിയെയും പിന്നീട് സോണിയാഗാന്ധിയെയും കൊണ്ടുവന്ന് അവരെ പാർലമെന്റിലേക്ക് ഈ തീവ്രവാദികൾ അയക്കുന്നത്. അവർ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാര സ്മരണ കാണിക്കുകയാണ്. ഈ നെഹ്റു കുടുംബം തങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ പുരസ്കരിച്ചാണ് വയനാട്ടിൽ അവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വയനാട്ടിൽ അങ്ങനെയാണ് ഈ പുള്ളികൾ ജയിച്ചതെന്നൊക്കെ ആരും പറഞ്ഞാൽ പിന്നെ അവരുടെ കഥ കഴിക്കും. ഇപ്പോ മാർക്സിസ്റ്റുകാർ വളരെ അപൂർവമായിട്ട് സത്യം പറയാറുള്ളൂ. അങ്ങനെ ഒരു സത്യം ഒരു പുള്ളി ഇന്നലെ പറഞ്ഞു, വയനാട്ടിലേത് വർഗീയതയുടെ വിജയമാണെന്ന് പറഞ്ഞു. ഇപ്പൊ CPM-നെ ഇവിടത്തെ മാധ്യമക്കാരും അവരാണ് പുറംകരാർ എടുത്തിരിക്കുന്ന വേറൊരു വിഭാഗം. ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി പുറംകരാർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. അവരും ഇവിടത്തെ മതേതരക്കാരും എല്ലാം ചേർന്ന് ആകാശത്തും ഭൂമിയിലല്ലാതെ നിലത്തിട്ട് അടിക്കുകയാണ്. എന്താ പറഞ്ഞത്? വലിയ അപരാധമാണല്ലോ പറഞ്ഞത്. വയനാട്ടിൽ മുസ്ലിം വർഗീയതയുടെ വിജയമാണ് എന്ന് പറഞ്ഞു. പിന്നെ ആരുടെ വിജയമാണ്? ഭീകരവാദികളുടെ വിജയമാണ്. മുസ്ലിം ഭീകരവാദികളുടെ വിജയമാണ്. എന്താ സംശയം? മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം തീവ്രവാദികളാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കല്ലേ? അതാരോ പറയണോ? അതങ്ങ് തെളിയിച്ചുകൊണ്ടിരിക്കല്ലേ? അതിന് ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടവര്, ഹിന്ദുക്കൾ ഏത് പാർട്ടിയിലാണുള്ളത്? ഭൂരിഭാഗം ഒന്നിക്ക CPM-ല് മതേതര പാർട്ടിയാണെന്ന് പറയുന്നത്, അല്ല കോൺഗ്രസിൽ മതേതര പാർട്ടിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും ഈ പാർട്ടിയിലാണല്ലോ കേരളത്തിലുള്ളത്. മുസ്ലിങ്ങൾ മതേതരവാദികൾ, ഞങ്ങൾ മതേതരവാദികളാണ് എന്നാണ് അവർ പറയുന്നത്. അവരേത് പാർട്ടിയിലുള്ളത്?
അവരേത് പാർട്ടിയിലാണുള്ളത്? 95% ഏത് പാർട്ടിയിലാണുള്ളത്? എന്താ CPM ചേരാത്തത്? എന്താ CPMന്റെ കുറവ്? എന്താ CPMന്റെ തകരാറ്? എന്താ കോൺഗ്രസിന്റെ പ്രശ്നം? നിങ്ങൾക്ക് 2-3 രാജ്യങ്ങൾ ഉണ്ടാക്കി തന്ന പാർട്ടിയിൽ എന്താ ചേരാത്തത്? നിങ്ങൾക്കെന്താ ഈ രാജ്യം വെട്ടിമുറിച്ച ലീഗ് തന്നെ ചേരണം എന്താ ഇത്ര വാശി? എന്താണ് നിങ്ങളെന്താ മുസ്ലിം ലീഗ് തന്നെ ചേരുന്ന കാരണം എന്താണ്? അപ്പൊ നിങ്ങളുടെ പച്ച വർഗീയതയാണത്. ആ വർഗീയത കൊണ്ടാണ് നിങ്ങൾ മറ്റു പാർട്ടികൾ ചേരാത്തത്. എന്നിട്ട് ഞങ്ങൾ മതേതരവാദികളാണെന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവർ അതിന് ഹല്ലേലൂയ പാടുകയാണ്. അതിനെ എല്ലാവരും അങ്ങ് അംഗീകരിച്ചു തരണമെന്നാണോ? അതിനെല്ലാവരും അങ്ങ് പിന്തുണച്ചു തരണമെന്നാണോ? മുസ്ലിം ലീഗാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി. അത് ഈ രാജ്യത്തെ നശിപ്പിച്ച പാർട്ടിയാണ്. ഈ രാജ്യത്തെ വിഭജിച്ച പാർട്ടിയാണ്. ഈ രാജ്യത്തെ ചോരപ്പുഴ ഒഴുക്കിയ പാർട്ടിയാണ്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത പാർട്ടിയാണ്. ഡയറക്ട് ആക്ഷൻ എന്നൊക്കെ പേരിട്ടുകൊണ്ട് കൽക്കട്ടയിലൊക്കെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത പാർട്ടിയാണ്. ഈ രാജ്യത്ത് ആദ്യമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അതിനുശേഷമാണ് ഇവിടെ മറ്റു പാർട്ടികൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടിപ്പോ വലിയ മതേതരവാദികളാണെന്ന് ഞെളിഞ്ഞ് നടക്കുന്നു. ലീഗ് അതിന് അരിയിട്ട വാഴ്ച നടത്തുന്നു. ഇവിടുത്തെ മതേതരക്കാരെന്ന് പറയുന്ന ആളുകൾ അല്ലേ? അതിനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കണം പോലും. എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? കോഴിക്കോട് സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനം മുസ്ലിം ലീഗിന്റെ സമ്മേളനം. 10,000-കണക്കിന് ആളുകൾ വന്നിരിക്കുകയാണ്. എന്താണ് ആവശ്യം? ആവശ്യം ഹമാസിനെതിരായിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കാൻ പ്രതിഷേധ കൂട്ടായ്മ കോഴിക്കോട് നടത്തുകയാണ്. മുഖ്യപ്രഭാഷകനാണ് അന്താരാഷ്ട്ര പൗരൻ ശശി തരൂർ. പ്രസംഗത്തിനിടയിൽ ശശി തരൂർ ഒരു വാചകം പറയുകയാണ്. ഇതിനെല്ലാം തുടക്കമുണ്ടായത് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ മാസം 7-ാം തീയതി അവിടെ ഒരാക്രമണം നടത്തിയിരുന്നു. അങ്ങനെ തുടങ്ങിയത് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പേടിച്ചുകൊണ്ട് മൂപ്പർ ഒരു സത്യം പറഞ്ഞു. അപ്പൊ മതേതര കേരളത്തിന്റെ അഭിമാന താരമായ മർഹൂം CH മുഹമ്മദ് പുത്രൻ മതേതരം അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കുമെല്ലാം പുഴുങ്ങി തിന്നുന്ന അദ്ദേഹത്തിന്റെ പുത്രൻ ഡോക്ടർ MK മുനീർ അയാളോട് പറഞ്ഞു ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ഹമാസ് തീവ്രവാദികൾ എന്ന് പറയാൻ പാടില്ലെന്ന്. കോഴിക്കോട് നടന്ന കാര്യമല്ല, നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ നടന്ന നമ്മൾ ലൈവായി കണ്ട കാര്യമല്ലേ. ഹമാസ് തീവ്രവാദികളെന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ കോഴിക്കോട് വെച്ച് മുസ്ലിം ലീഗ് ശശി തരൂറിന്റെ വേദിയിൽ വെച്ച് തന്നെ ഭർസിച്ചില്ലേ, തിരുത്തിയില്ലേ, ആക്ഷേപിച്ചില്ലേ, അപമാനിച്ചില്ലേ? പിന്നെ ശശി തരൂറിനെ കുറിച്ച് നമ്മൾ കേരളത്തിൽ കേൾക്കുന്നുണ്ടോ? അതുവരെ മുഖ്യമന്ത്രിയാണ്, ഭാവി മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് പാണക്കാടും ഒക്കെ കൊണ്ടുപോയി ജിഫ്രിക്കോയെന്നടിക്കും അതുപോലെ തങ്ങളിടിക്കൊക്കെ കൊണ്ടുപോയ ആളല്ലേ ഇത്. പിന്നെ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടുന്നുണ്ടോ? ആ മനുഷ്യനെ ചവിട്ടി താഴ്ത്തിയില്ലേ? എന്തുകൊണ്ടാ താഴ്ത്തിയത്? ആ മനുഷ്യൻ ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഹമാസ് തീവ്രവാദികൾ എന്നൊരു വാചകം പറഞ്ഞു. അതിനുവേണ്ടിയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യം? കഴിഞ്ഞ കുറെ വർഷമായി സമാധാനപൂർണമായ അതിർത്തി ബന്ധങ്ങൾ പങ്കിടുന്ന പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഇന്നത്തേക്ക് മൂർച്ഛിപ്പിച്ച് ഏകപക്ഷീയമായി, അപ്രതീക്ഷിതമായി, ആകസ്മികമായി ഒരു തരത്തിലും ഈ ടീമിനെ വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ പഴയ ആളുകൾ പറയുന്നതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആക്രമണം നടത്തി 1400-1500 ആളുകളെ പാച്ചക്ക് കോത്തിക്കൊന്നു, വെടിവെച്ചു കൊന്നു. ഒരു സംഗീത നിശ നടക്കുന്നിടത്തേക്ക് പോയിട്ട് പാട്ട് പാടുന്നവനെയും കേൾക്കുന്നവനെയും മൈക്കുകാരനെയും ആസ്വദിക്കുന്നവനെയും ഹാർമോണിയം വായിക്കുന്നവനെയും തബല മുട്ടുന്നവനെയും കൊന്നു. അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട്, ബോലോ തക്ബീർ വിളിച്ചുകൊണ്ട് വെടിവെച്ചും കുത്തിയും അറത്തും കൊന്നു.
അങ്ങനെ 1000-ലധികം ആളുകളെ കൊന്ന ആളുകളെ വളരെ മൃദുവായി തീവ്രവാദികൾ എന്ന് വിളിക്കാൻ പാടില്ല ഈ കേരളത്തിൽ കോഴിക്കോട് വെച്ച് എന്ന് പറയുമ്പോ, അങ്ങനെ പറയുന്ന ആളുകളെ ഇവിടെ ഞങ്ങൾ നിലത്ത് നിർത്തൂല എന്ന് പറയുമ്പോ, അങ്ങനെ പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിലും ഞങ്ങൾ വിടില്ല. പിണറായി വിജയൻ ഇസ്രായേലിൽ ജോലിക്ക് പോയ ഒരു ഇടുക്കിക്കാരിയായ സ്ത്രീയെ ഹമാസ് തീവ്രവാദികൾ, ഭീകരവാദികൾ അവർ മിസൈൽ അയച്ച് അവർ കൊല്ലപ്പെട്ട കാര്യത്തിൽ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പിണറായി വിജയൻ ഇട്ടപ്പോ പിണറായി വിജയന് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടി ഒരു പോസ്റ്റ് ഇട്ടപ്പോ ആ ഉമ്മൻചാണ്ടിക്കും പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. എന്താ പറഞ്ഞത്? ഈ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിച്ചതാണ് ചെയ്തത്. ഇവിടെ ആർക്കാ അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളത്? പിണറായി വിജയന് സ്വാതന്ത്ര്യമുണ്ടോ? ഉമ്മൻചാണ്ടിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ശശി തരൂരിന് സ്വാതന്ത്ര്യമുണ്ടോ? വിജയരാഘവന് സ്വാതന്ത്ര്യമുണ്ടോ? 20-24% ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്നും നിങ്ങളുടെ ഉള്ളിലുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ചും കൂടി ഭംഗിയായി ചെന്നാൽ 10 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ കൊടിയും മടക്കി വെച്ചിട്ട് പാച്ച കോടി പിടിച്ചിട്ട് ഈ നാട്ടിൽ നടക്കേണ്ട ഗതികൾ നിങ്ങൾക്കുണ്ടാകും എന്ന് ഈ അനുഭവത്തിന്റെ പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കുരയ്ക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് സല്യൂട്ട് അടിക്കുകയാണ്. എന്താണ് കാര്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ പെരുമാറുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഈ നാടിന്റെ മതേതരത്വത്തെ, ജനാധിപത്യത്തെ, നമ്മളെല്ലാവരും പാടിപ്പോഴ്ത്തുന്ന സകല മൂല്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ജിഹാദികൾക്ക് അരുനിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ നിയമത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ആ വഖഫ് നിയമം 2013 അത് പാസാക്കി. ഭൂരിപക്ഷമുണ്ട്, അവർക്ക് ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് അവർ പാസാക്കി. ഇപ്പൊ ആ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തുന്നു. അതിന്റെ അർത്ഥഗർഭമായ അതിന്റെ സാരസത്തയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. വളരെ പ്രകടമാണ് എന്താണ് ആ നിയമത്തിൽ കൊണ്ടുവരുന്നതെന്ന്. ഒന്ന്, അതിന്റെ ഈ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തിന്റെ മൂല്യങ്ങൾ ആ നിയമത്തിൽ ഉൾച്ചേർക്കുന്നു എന്നുള്ളതാണ്. 2, സമത്വം എന്ന ഭരണഘടനയുടെ അടിസ്ഥാന ആശയത്തെ ആ നിയമത്തിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നതാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള പ്രാതിനിധ്യം. 3, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിയമത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് അട്ടിയോടിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗത്തെ ഈ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് KT ജലീൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഈ നിയമത്തെക്കുറിച്ച്. KT ജലീൽ പറയുന്നത് ഷിയ മുസ്ലിങ്ങളെ ഈ നിയമത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള ഐക്യത്തെ തകർക്കുകയാണ് ഇത് ചെയ്യുകയാണ്. നമ്മുടെ മതേതര മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആണ്, സ്വതന്ത്രം എന്ന പേരെങ്കിലും ഉണ്ടാവും പറയുമെങ്കിലും ഈ ലക്ഷക്കണക്കിന് വരുന്ന വിഭാഗങ്ങൾക്കൊരു പ്രാതിനിധ്യം കൊടുക്കുമ്പോ അതിനെ പോലും ഏത് ദശയിലാണ് ഈ വർഗീയ ഭ്രാന്തന്മാരൊക്കെ കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ഒന്നും പരാമർശിക്കാൻ പാടില്ല എന്നാണ് പറയുക. സാഹോദര്യമാണ്, പറയുക സമത്വമാണ്. പുറത്തൊക്കെ അതാണ് പറയുക, സാഹോദര്യം. ഇപ്പൊ ഇവിടെ കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടല്ലോ. എന്താ ഇവിടത്തെ നാളെ ഈ നാട് എങ്ങോട്ടേക്കാണ് പോവുക എന്നുള്ളതിന്റെ സൂചനയാണ്. നമ്മളോട് കൈത്തം കാണിച്ചോട്ടെ, നമ്മളോട് മിണ്ടണ്ട, സംഘികളോടും ഹിന്ദുത്വരോടും മിണ്ടണ്ട. നമുക്ക് ഊരുവിലക്ക് കൽപ്പിക്കുകയാണ്. അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അവരുടെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പാടില്ല, അവരെ ബഹിഷ്കരിക്കണമെന്ന് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ. മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സാമൂഹ്യ ഊരുവിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്താ ഒരു വിഭാഗം പറയുന്നത്? ഇവിടുത്തെ ഏറ്റവും വലിയ മതേതരത്വ പ്രസ്ഥാനമായ ഒരു
പ്രസ്ഥാനമുണ്ട്. അത് സമസ്തയാണ്. ആ സമസ്തയിലെ ഒരു വലിയ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്. അത് AP വിഭാഗ സമസ്തയാണ്. ആ സമസ്തയുടെ അഭിപ്രായം എന്താണ് പറഞ്ഞത്? നമ്മൾ മറ്റേ കാര്യങ്ങളൊക്കെ പോട്ടെ, പക്ഷേ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കായിക പരിപാടിയൊക്കെ കഴിഞ്ഞ് വട്ടം കൂടി എന്നിട്ട് പിരിഞ്ഞു പോകുമ്പോൾ സലാം ചൊല്ലും. ആ സലാം ചൊല്ലുമ്പോ ജമാഅത്തുകാരനും അതുപോലെ മുജാഹിദുകാരനും നമ്മളോട് സലാം ചെല്ലുമ്പോ നമ്മൾ അങ്ങോട്ടും സലാം ചൊല്ലണമെന്ന് നിർബന്ധിക്കുകയാണ്. അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ ദീന് പോയി പോകും, നമ്മുടെ സ്വർഗം പോയി പോകും എന്നാണ്. എങ്ങനെ പോയി പോകുന്നതാണ്? ഒരു മുസ്ലിം അപ്പുറത്തുനിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ തിരിച്ച് സലാം ചൊല്ലിക്കഴിഞ്ഞാൽ ദീനും പോവും, അതുപോലെ തന്നെ ഈമാനും പോവും, സ്വർഗവും പോകുന്നതാണ്. ഓനോട് മിണ്ടിയാൽ അങ്ങനെ അവൻ അള്ളാഹുവിന്റെ പേരിൽ പറയുന്ന സലാം ചൊല്ലുന്നതിന് തിരിച്ചു കൊല്ലാൻ പാടില്ല എന്ന് ഫത്വയുള്ള നാടായത്. ഇവിടെ എന്ത് സാഹോദര്യമാണ്, എന്ത് സ്നേഹമാണ്, എന്ത് സമഭാവനയാണ്, എന്ത് സമത്വമാണ് നിങ്ങൾ ഈ ഉദ്ഘോഷിക്കുന്ന സമത്വം? മനുഷ്യൻ മുൻപിയാൽ അങ്ങോട്ട് മിണ്ടാൻ പാടില്ല എന്ന് പറയാണ്. അവിടെ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും നമ്മൾ അപ്പാർത്തൈഡിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, വർണ്ണ വെറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിലും വലിയ വെറിയല്ലേ ഇത്? അതിലും വലിയ വെറുപ്പല്ലേ, വിദ്വേഷമല്ലേ ഇവിടെ പ്രചരിപ്പിക്കുന്നത്? എന്നിട്ടെന്താ ഇവരെയൊക്കെ മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നത്? ഓ, അവരൊക്കെ വലിയ മതേതരവാദികളും മനുഷ്യ സ്നേഹത്തിന്റെ പ്രവാചകന്മാരും മാലാഖമാരും ഒക്കെ അങ്ങ് ഇറങ്ങി വന്ന് ആറാടുകയാണ് എന്നൊക്കെയല്ലേ ഇവരെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. ചർച്ചയിൽ നടത്തുമ്പോ അവതാരകന്മാർ പറയാം, ആങ്കർമാർ പറയാം വളരെ വിനീത വിനയരായിട്ട്, ശരിയാണ്, നിങ്ങളുടെ മതത്തിൽ അങ്ങനെ ചില നിഷ്ഠകളും ചിട്ടകളുണ്ട് എന്ന കാര്യം ഞങ്ങൾക്കും അറിയാം, അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, അത് ഞങ്ങളും അംഗീകരിക്കുന്നു. ഏതംഗീകരിക്കുന്നു? മനുഷ്യൻ മനുഷ്യനോട് മിണ്ടാൻ പാടില്ല എന്നുള്ള കാര്യം അംഗീകരിക്കുന്നു എന്ന് ഇങ്ങോട്ട് ലോകം പറഞ്ഞാൽ അങ്ങോട്ട് പറയാൻ പാടില്ലെന്ന് നിങ്ങളുടെ മതത്തിന്റെ നിയമമാണ് ഞങ്ങൾക്കറിയാമെന്ന്, ഞങ്ങളതിനെ ആദരിക്കുന്നുവെന്ന്, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന ഭീരുക്കൾ അവരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാരായിട്ട് ബാക്കിയുള്ളവരുടെ മെക്കിട്ട് അലറിയും ചാടിയും മാന്തിയും കീറിയും ഒരു BJP-കാരനെ കിട്ടിയ റോസ്റ്റാക്കി കൊടുക്കുന്നതും ഇതേ ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മതരാഷ്ട്രത്തിന് പച്ചപ്പരവതാരി വിരിച്ചു കൊടുക്കുന്ന, അവർക്കു വേണ്ടി എല്ലാ തരത്തിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഇറാൻ നമ്മളോട് പറയുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ നമ്മളോട് പറയുന്നുണ്ട്, സിറിയ നമ്മളോട് പറയുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാൻ. കഴിഞ്ഞ ദിവസം സിറിയയിൽ ഡമാസ്കസ് ക്രിസ്ത്യാനികളുടെ ഒരു പ്രബല സമുദായ വിഭാഗത്തിന്റെ ആസ്ഥാനം കുടികൊണ്ടിരുന്ന ഒരു ബാവയുടെ ആസ്ഥാനമായിരുന്ന സ്ഥലമാണ് ഡമാസ്കസ്. അവിടുത്തെ ഭാവിയൊക്കെ അവിടുന്ന് ഓടി ഒളിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവിടെ തോക്ക് എടുത്തിട്ട് പിള്ളേർ കളിത്തോക്ക് എടുത്തും പോലെ അവിടുത്തെ മുഴുവൻ ആളുകളും തോക്ക് എടുത്തിട്ട് AK-47 എടുത്ത് നടക്കുകയാണ്. അവിടെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ വെടിവെച്ചു കൊള്ളുകയാണ്. പക്ഷേ അതിനിടയിൽ കഴിഞ്ഞ ദിവസം 10,000-കണക്കിന് മുസ്ലിം സ്ത്രീകൾ അവിടെ രംഗത്തിറങ്ങി എന്നുള്ളത് അവിടെ ഒരു വലിയ പാഠമായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മതഭരണം വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. അവിടുത്തെ സ്ത്രീകൾ, ഞങ്ങൾ പർദ്ദ വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഇവിടുത്തെ ആളുകൾ എന്താ പറയുന്നത്? ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ചോയ്സ് ആണ് എന്നൊക്കെയാണ് ചിലർ വന്നിട്ട് ചർച്ചയിലൊക്കെ പറയുന്നത്. ഏത് ഈ സാധനം നമ്മൾ ധരിക്കുന്നത് ഞങ്ങളുടെ ചോയ്സ് ആണെന്നാണ്. അപ്പൊ അപ്പുറത്തെ സ്ത്രീകൾ പറയാണ് ഞങ്ങൾക്ക് ഈ പർദ്ദ വേണ്ടാന്ന്. അത് അവരുടെ ചോയ്സ് അല്ല, അതവിടുത്തെ മതനിയമം അവർ പാലിച്ചേ പറ്റൂന്നാണ്. അപ്പൊ എങ്ങനെയുണ്ട്? ഈ നിലയിലുള്ള ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പാണ് ഇവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതുകൊണ്ട് വഖഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്തരം പ്രാകൃതമായ ഒരു നിയമത്തിൽ ഒരു ഭേദഗതിയും വരുത്താൻ പാടില്ല എന്നാണ് കേരള നിയമസഭയിലെ 140 MLA-മാരും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത്.
ഏകണ്ഠമായിട്ട് അവർ പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾക്ക് ഇതിലപരിഷ്കൃതമായ, അനാഗരികമായ, ജനാധിപത്യ വിരുദ്ധമായ ഏതെങ്കിലും ഒരു വകുപ്പ് അത് ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നിയില്ല. എന്തുകൊണ്ടാണ് തോന്നാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് മിണ്ടാൻ പറ്റാത്തത്? കാരണം അവരുടെ എല്ലാം നാക്ക് പണയം വെച്ച് അവർക്കൊന്നും സത്യം പറയാനുള്ള നട്ടല്ല. അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാര്യം ജനങ്ങളോട് തുറന്നു പറയുന്നത്. മുൻപത്തെ വിഷയം പറഞ്ഞല്ലോ, വിശദമായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യേ അതിനെ സംബന്ധിച്ച് ആ കാര്യങ്ങളെല്ലാം വിശദമായി കേട്ടതിന് ശേഷം ഒരു സാധാരണ പൗരനുണ്ടാകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ചോദ്യമേ ഉള്ളൂ. അതായത് അവിടെ ഈ സേട്ട്, സത്താർ സേട്ട് ആർക്കാ വഖഫ് ചെയ്ത് കൊടുത്തത്? ഫാറൂഖ് കോളേജ്, കോഴിക്കോട് ജില്ലയിലുള്ള ഒരു കോളേജാണല്ലോ ഫാറൂഖ് കോളേജ്. 1948 ആഗസ്റ്റ് മാസം 13-ാം തീയതി ആണ് ആ കോളേജ് രൂപീകരിക്കുന്നത്. 50-ലാണ് അത് വഖഫ് ചെയ്ത് കൊടുക്കുന്നത്. വഖഫ് ചെയ്ത് കൊടുക്കുന്നതിന്റെ പുറകെയുള്ള കാര്യത്തിലേക്കൊന്നും നമ്മൾ പോണ്ട. ഇയാൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ മുഴുവനും താമസക്കാരാണ്, കുടികിടപ്പുകാരാണ്, മത്സ്യത്തൊഴിലാളികൾ. അവർ കുടി കെട്ട് കഴിയുകയാണ്. എന്തായാലും എനിക്കത് കിട്ടൂല എന്ന് അയാൾ അറിയാം. അതുകൊണ്ട് അയാൾ വഖഫ് ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ അതിലധികം പിന്നെ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അന്ന് വഖഫാക്കിയതിന്റെ ന്യായം ഇത് മാത്രമാണ്, എനക്കത് എന്തായാലും കിട്ടൂല, അതുകൊണ്ട് അള്ളാഹിന് കൊടുക്കാം, ബാക്കി അള്ളാഹ് നോക്കിക്കോളും എന്നാണ് സേട്ട് വിചാരിച്ചത്. അങ്ങനെയാണ് ഫാറൂഖ് കോളേജിൽ കൊടുക്കുന്നത്. അങ്ങനെ ഫാറൂഖ് കോളേജിൽ കിട്ടി. ഫാറൂഖ് കോളേജ് ഇത് പിന്നീട് കോടതിക്ക് പുറത്തുള്ള ധാരണയമനുസരിച്ച് വിറ്റു. ആ കാര്യം ഇവിടെ പറഞ്ഞു. പണം വാങ്ങിയാണ് വിറ്റത്. അങ്ങനെ എല്ലാവർക്കും, താമസക്കാരായ ആളുകൾക്കെല്ലാം ഈ ഭൂമി വിറ്റു, പൈസയും മേടിച്ചു. പൈസയും മേടിച്ചിട്ട് ഫാറൂഖ് കോളേജുകാർ, ഇസ്ലാം വളരെ മഹത്തരമാണ്, ഇസ്ലാം പാവപ്പെട്ടവരോടും അതുപോലെ തന്നെ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവരാണ്, ഇസ്ലാം സത്യത്തിന്റെ പക്ഷത്ത് മാത്രമേ നിലകൊള്ളുകയുള്ളൂ, ഇസ്ലാം ദരിദ്രരോടും അതുപോലെ തന്നെ ദീനരോടൊക്കെ കാരുണ്യം കാണിക്കുന്ന മതമാണ്. അങ്ങനെ പൈസ മേടിച്ച് വിറ്റ ഭൂമി, ആ ഭൂമി അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്, തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത്. അവിടെ കേസ് കൊടുത്തിരിക്കുന്നത്, ഹൈക്കോടതി കേസ് കൊടുത്തിരിക്കുന്നത്. ആ പണം ഉപയോഗിച്ച് ഫാറൂഖ് കോളേജുകാർ എന്തിന്? അവർ BEd കോളേജ് സ്ഥാപിക്കാൻ സ്ഥലം വാങ്ങി BEd കോളേജ് സ്ഥാപിച്ചു. BEdന് പൈസ മേടിച്ച് പെട്ടി നിറഞ്ഞ്, എന്നിട്ട് വീണ്ടും ഭൂമി മേടിച്ചു, എന്നിട്ട് വീണ്ടും കോളേജുകൾ സ്ഥാപിച്ചു ഫാറൂഖ് കോളേജുകാർ. ഫാറൂഖ് കോളേജുകാർക്ക് കേസുണ്ടോ? അവര് പറഞ്ഞോ ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവർ പറയുന്നത് അത് ഞങ്ങളുടെ ഭൂമിയല്ല എന്നാണ്. എന്നാൽ വഖഫ് ബോർഡുകാർ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ? വഖഫ് ബോർഡുകാരും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചില്ല. ആരാ അവകാശവാദം ഉന്നയിച്ചത്? റോഡ് സൈഡിലൂടെ നടക്കുന്ന കുറച്ച് ആളുകൾ എറണാകുളത്ത്, അവരാ കേസ് കൊടുത്തിരിക്കുന്നത് വഖഫാണെന്ന്. അതിന്റെ പേരിലാണ് ഇവരെല്ലാം പേടിക്കുന്നത്. അപ്പൊ ആർക്കാണോ വഖഫ് ചെയ്ത് അവർക്ക് കേസില്ലെങ്കിൽ, വഖഫ് ബോർഡിന് കേസിൽ ഇപ്പൊ അവകാശവാദം ഇല്ലെങ്കിൽ, അവിടുത്തെ അതിന്റെ ചെയർമാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അത് അവരുടെ ഭൂമിയാണെങ്കിൽ അവർ കൊടുക്കുന്ന പ്രശ്നമില്ല. പിന്നെന്താ ഈ പ്രശ്നം പരിഹരിക്കാത്തത്? എന്താ പ്രശ്നം പരിഹരിക്കാത്തത്? അതല്ലേ പ്രശ്നം. ഈ പ്രശ്നം പരിഹരിച്ച് അവർക്ക് നികുതി അടക്കാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരുടെ ഭൂമിക്കുള്ള അവരുടെ അവകാശവാദം അംഗീകരിച്ചു കൊടുത്താൽ, അവരുടെ റവന്യൂ അധികാരം അങ്ങ് പുനഃസ്ഥാപിച്ചു കൊടുത്താൽ തീർന്നല്ലോ കാര്യം. എന്താ നടക്കാത്തത്? പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെയും ആ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചാട്ട പാട്ട പാർ ജോറുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഒന്നും കാണാത്തത്? ഇപ്പൊ എന്താ ആരൊന്നും മിണ്ടാത്തത്? അതാണ് കാര്യം. VD സതീശൻ അന്നേരം പറഞ്ഞത് ഇത് വഖഫല്ല. 1000 തവണ, അതാണ് വാക്ക്. സതീശനൊക്കെ വളരെ ക്ലാരിറ്റിയിലാണല്ലോ പറയുക. 1000 തവണ ഞാൻ പറയുന്നു ഇത് വഖഫല്ല. പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞല്ലേ, നമ്മളെല്ലാം കേട്ടല്ലേ. ഇവിടുത്തെ പത്രപ്രവർത്തകന്മാരുണ്ടെങ്കിൽ നാളെ VD സതീശനോട് ചോദിക്കുക മുനമ്പത്തെ വഖഫാണോ അല്ലയോ എന്ന്. എന്താ പറയും നോക്കാലോ, എന്താ പറയും നോക്കാലോ. ആ പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉറച്ചു നിൽക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? എന്താ ഉണ്ടായത്? അപ്പൊ ഷാജി പറയാണ്
അത് വഖഫല്ല എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അപ്പൊ ഡൽഹിയിൽ ബഷീർ പറയാണ്, ഷാജി പറയുന്നത് ശരിയാണ്, മതപരമായിട്ട് അത് തന്നെയാണ് ശരി. അപ്പൊ തീർന്ന കാര്യം. അപ്പൊ നമ്മൾ മതേതരത്വമാണ്. കോഴിക്കോട് ഒരു സമ്മേളനം നടക്കുകയാണ് പൗരത്വത്തിന്റെ. ആ സമ്മേളനം നടക്കുമ്പോ ഈ ഒരു മതേതര നേതാവ് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഒന്നാമതായി മുസ്ലിമാണ്, രണ്ടാമതായി മുസ്ലിമാണ്, മൂന്നാമതായി മുസ്ലിമാണ്, നാലാമതായി മുസ്ലിമാണ്. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ മതേതരക്കാരാണെന്ന് പിന്നെ ഇതിന്റെ കൂടെ തന്നെ പുട്ടിന് തേങ്ങയിടും പോലെ പറയുന്നത്. നിങ്ങൾ മുസ്ലിമാണെന്ന് പറയാൻ നിങ്ങൾക്കുള്ള എല്ലാ അവകാശവും നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അതിന്റെ കൂടെ ഈ മതേതരത്വവും മുസ്ലിമും തമ്മിൽ, പൊളിറ്റിക്കൽ ഇസ്ലാമും മതേതരത്വവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രണ്ടിനെയും ചേർത്ത് പറയുന്നത്. അത് രണ്ടും രണ്ടാണ്. അത് രണ്ടും ചേർത്ത് പറയുന്നതുകൊണ്ടേ നമുക്ക് ആക്ഷേപമുള്ളൂ. നിങ്ങൾ മുസ്ലിമാണെന്ന് പറയുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപമില്ല. അത് നിങ്ങളുടെ മതപരമായ അവകാശം, അത് നിങ്ങൾ പറയണം. അത് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അതിന്റെ കൂടെ മതേതരക്കാരാണെന്നും കൂടി പറയുന്നത്, അതും കൂടി പറയുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. എന്നിട്ട് അതേ സമ്മേളനത്തിൽ എന്താ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ വ്യഭിചാരം നടക്കുന്നുണ്ടെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞല്ലോ. ആരെക്കുറിച്ചാ പറഞ്ഞത്? നമ്മുടെ ഈ ഭരണഘടനാപരമായി ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം ഒരു സമ്മേളനത്തിൽ വെച്ച്, മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ഇവിടെ വിളിച്ചു പറഞ്ഞില്ലേ? എന്നിട്ടെന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്? ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? ഇവിടുത്തെ പോലീസിന് എന്താ ചെയ്യാൻ പറ്റിയത്? ഇവിടുത്തെ മതേതരക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? എവിടെ വെച്ചാണെന്നാ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എന്താണ് ഞാൻ പറയുന്നത്? അത് ഇസ്ലാം അങ്ങനെയാണ്. എന്താ ഇസ്ലാം? അതായത് ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ വിവാഹം കഴിച്ചാൽ ആ മുസ്ലിം നിയമപരമായി മുസ്ലിം ആയില്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം ഇസ്ലാമിക വിധിപ്രകാരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് മതവിധിയാണ്. അതുകൊണ്ട് അതിനെ എതിർക്കാൻ പറ്റില്ല എന്ന്. ഇത് ഏത് രാജ്യത്തുനിന്നാ പറയുന്നത്? ഇത് ഈ രാജ്യത്തുനിന്നാ പറയുന്നത്. ഇത് ഇസ്ലാമി രാജ്യമായോ? ആ മതവിധി ഇവിടെ വന്നോ? ഇവിടെ ശരീഅത്താണോ? ഇവിടെ ഇങ്ങനെ പറയാമോ? ഇങ്ങനെ വെല്ലുവിളിക്കാമോ? അതാണ് ചോദ്യം. ഇതും ഈ കോഴിക്കോട് വെച്ചാണ് നടന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തെയും സാഹോദര്യത്തെയും മതേതരത്വത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയുമെല്ലാം അവഹേളിക്കുന്ന, അപമാനിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, തകർക്കുന്ന ഇത്തരം പ്രസ്താവനകൾ പരസ്യമായി പറയുന്ന ഒരു പാർട്ടിയെ വീണ്ടും മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞത് കെട്ടിപ്പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്തുനിന്ന് വിട്ടാൽ ഇപ്പുറത്ത് അങ്ങനെ വാരി പുണരാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ആളുകളും കാത്തു നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അവരൊറ്റക്കെട്ടായി വോട്ട് ചെയ്യണം. എന്തിനാണ് അവരൊറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവരെല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്നത്? ആ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആവശ്യം, അവരുടെ ആഗ്രഹം 2047 ആകുമ്പോൾ ഈ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന് ആഗ്രഹം. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന ആളുകൾ ആരാണോ അവർക്ക് നല്ല പിന്തുണ കൊടുക്കണം എന്നും, ഇതുപോലുള്ള നിയമങ്ങൾ തങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു ആലോചനയുമില്ലാതെ, ഈ രാജ്യത്തിന്റെ ഒരു മൂല്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ പടച്ചുവിട്ട് തങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ആളുകളെ അവരെ അങ്ങ് പാർലമെന്റിൽ എത്തിക്കാൻ വേണ്ടി തന്നെ വോട്ട് ചെയ്യുന്നത്, അതിനുവേണ്ടി തന്നെ വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ നിയമത്തെക്കുറിച്ച് ഒരു സംവാദം നടത്താൻ? ഇന്നിവിടെ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞ കാര്യം, അതിലേതെങ്കിലും ഒരു കാര്യം നിയമപരമായി തെറ്റാണ്, പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെയല്ല ആ നിയമം എന്ന് പറയാൻ
ഇവിടെ കുറെ ആളുകളുണ്ടല്ലോ മതേതരക്കാര്. മുതലക്കുളം മൈതാനം ഇവിടെ ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണ് പോകാന്നറിയില്ല, പക്ഷെ എന്നാലും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളൊരു പൊതുയോഗം വെച്ചിട്ട് അങ്ങനെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വാചകം, ഒരു വാക്ക്, ഒരക്ഷരം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഇവിടുത്തെ മുഴുവൻ ആളുകളെയും മതേതരക്കാരെന്ന് പറയുന്ന ആളുകളെയും ഈ നിയമത്തെ പിന്തുണക്കുന്നവരെയും വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ പറ, ധൈര്യമുണ്ട് പറയും. എന്താ ഈ പറഞ്ഞതിന്റെ തെറ്റെന്ന് പറയും. അത് ഈ രാജ്യത്തിന് എന്താ ഗുണം ചെയ്യുന്നതെന്ന് പറയും. എന്തിനു സ്ഥാപിക്കും? അതിനാണ് ഈ നാട് കാത്തിരിക്കുന്നത്. പ്രശ്നം വളരെ വ്യക്തമാണ്. ഒരു മാസം മുമ്പ് ഇവിടെ കോഴിക്കോട് വന്നപ്പോ ഇവിടുത്തെ ആളുകൾ പറഞ്ഞു, അവിടെ പന്നിയങ്കരക്കടുത്ത് അല്ലെ നമ്മളിന്ന് പോയത്, ഒരു സ്ഥലത്ത് പോയി, പന്തീരങ്കാവ്. അവിടെ പോയ ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാള്, അവര് ഏട്ടനന്മാരുണ്ട്, അവർക്ക് നോട്ടീസ് ഇട്ടിരിക്കുകയാണ്. അവർക്ക് തീ പിടിച്ച പോലെ അവരുടെ കരൾ മുറിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അച്ഛന്റെ കാലം മുതലുള്ള ഭൂമിയാണ്. അവിടെയാണ് മുതവല്ലി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് അയാളുടെ വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിന്റെ നോട്ടീസ് കൊടുക്കുന്നത്. നിങ്ങൾ ഒഴിയണമെന്ന നോട്ടീസ്. നിങ്ങളുടെ ഭൂമിയല്ല ഇതെന്നാണ്. നിങ്ങളുടെ എല്ലാ എന്തെങ്കിലും പേപ്പറിലുണ്ടെങ്കിൽ എടുത്തിട്ട് നമ്മൾ വഖഫ് ട്രിബ്യൂണലിൽ വരണം എന്നാണ്. അയാൾ 10-75 കൊല്ലമായിട്ട് അവർ താമസിക്കുന്ന ഭൂമിയാണ്. അതിനടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ സ്ഥലം ഇവർ കൊടുത്തതാണ്. ആ സ്ഥലത്താണ് പള്ളി കൊടുത്തത്. അന്നത്തെ മതേതരത്വം പൂത്തളിഞ്ഞപ്പോൾ കൊടുത്തായിരിക്കും. ഏതായാലും അവിടെ പള്ളി പണിതിട്ടുണ്ട്. ആ പള്ളിക്കാരല്ല ഈ നോട്ടീസ് കൊടുത്തത്. ഇത് കുറെ ദൂരെയുള്ള പള്ളിയിൽ നിന്നുള്ള മുതവല്ലി വന്നിട്ടാണ് നോട്ടീസ് കൊടുത്തത്. ഒഴിയണമെന്നാണ്, രേഖയെടുത്ത് പോകണമെന്നാണ്, അയാളുടെ അച്ഛന്റെ കാര്യത്തിലുള്ള രേഖയെടുത്ത് പോകണമെന്നാണ്. ഞാനിത് പറയുമ്പോൾ ഇതെവിടെയോ കേട്ട പോലെ തോന്നുന്നില്ല. ഒരു അച്ഛന്റെ പേര് എവിടെയോ കേട്ട പോലെ തോന്നുന്നില്ല നമ്മള്. കാരണം ഇവിടുത്തെ നാട്ടിലെ തെരുവുകൾ മുഴുവനും മുഴക്കിയ ഒരു നുണപ്രചരണത്തിന്റെ ആ പ്രചരണത്തിലാണ് ഈ ബാപ്പയുടെ ബാപ്പ, പേര് ചെറിയ മാറ്റമുണ്ടെന്നുള്ളൂ. നമ്മളോട് ചോദിച്ചത് നമ്മളെ ബാപ്പയുടെ രേഖയെടുത്ത് നിങ്ങളുടെ അമിത്ഷായുടെ അടുത്ത് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നൊക്കെയാണ് ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് രോമാഞ്ച കഞ്ചുക പണിയിച്ചതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? ആവേശ തിരയിളക്കിയതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? ഞങ്ങൾക്കതിന് മനസ്സില്ല, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് രേഖയുമായി വരാൻ തയ്യാറില്ല എന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ഒന്ന് തിരിച്ചിടാൻ മാത്രം തയ്യാറാണ്. നിങ്ങൾ ഇത്ര നോട്ടീസ് തന്നാൽ നിങ്ങളെ മുതവല്ലിയല്ല, അതിന്റെ അപ്പുറത്തേതായാലും ഒരു രേഖയും എടുത്ത് നിങ്ങളുടെ അടുത്ത് വരാൻ മനസ്സില്ല. നിങ്ങളുടെ കൊല്ലോ, നിങ്ങളുടെ തിന്നോ, നിങ്ങൾ ഇവിടുന്ന് കുടിയിറക്കോ, അപ്പ കാണാം, അവിടെ വെച്ച് കാണാം. അത് തന്നെ അവരോട് പറഞ്ഞത്. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന ആത്മവിശ്വാസം കൊടുത്ത് തന്നെ നമ്മൾ വന്നത്. അപ്പൊ പിറ്റേന്ന് മുതവല്ലിയും ടീമും അവിടെ പോയി എന്നാ കേട്ടത്. ഇത് രാവിലെ നമ്മൾ പോയപ്പോ, അല്ല നിങ്ങളിപ്പം പെട്ടെന്നൊന്നും ഇറങ്ങണ്ട, കുറച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് ആശ്വസിപ്പിച്ചു പോലും. പക്ഷെ അയാൾ ആശ്വസിപ്പിക്കാൻ അവിടെയുണ്ട്. തളിപ്പറമ്പിൽ ഒരു ഡോക്ടർ, അന്യസംസ്ഥാനത്ത് വന്ന് അവിടെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. ബംഗാൾ സ്വദേശിയാണ്. അവിടെ വന്ന് 10-25 കൊല്ലമായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ, 80 ലക്ഷം റുപ്യ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു വീടും പറമ്പും മേടിച്ച് അവിടെ താമസിക്കാതെ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഡോക്ടർ വികാസ്. ആ മനുഷ്യന് ഇതുപോലെ ഒരു നോട്ടീസ് കിട്ടി വഖഫ് ട്രിബ്യൂണലിൽ നിന്ന്. ആ മനുഷ്യന് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം അയാൾക്ക് അറ്റ കയറും വീണ നിലവില്ലാത്തൊരവസ്ഥയിൽ അയാൾ അന്ന് രാത്രി ഹൃദയം മുട്ടി മരിച്ചു. ആ മനുഷ്യൻ തളിപ്പറമ്പിൽ. ഈ ട്രിബ്യൂണലുകാരൻ നോട്ടീസ് കൊടുത്ത അന്ന് നിങ്ങൾ എത്ര പേര് ആ സംഭവം അറിഞ്ഞു? എത്ര മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തു? അവിടെ തളിപ്പറമ്പിലുള്ള ഒരു സായാഹ്ന പത്രം, ആ സായാഹ്ന പത്രം മാത്രമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ 1.5 മാസം ചർച്ചിക്കുന്ന ആളുകളില്ലേ? ഇവിടെ പ്രചരണം നടത്തുന്ന ആളുകളില്ലേ? ഏതെങ്കിലും ഒരുത്തര് തന്റെ ഉണ്ടായോ ആ വാർത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ?
അനാഥരാക്കപ്പെട്ട ആ കുടുംബം ഈ വഖഫ് ഭീകരതയുടെ, ഈ നിയമ ഭീകരതയുടെ ഇരയായിട്ട് ഹൃദയം പൊട്ടി മരിച്ച ആ മനുഷ്യന്റെ വേദനയെ പറയാൻ ആരെങ്കിലും ഉണ്ടായോ? ആർക്കും ധൈര്യം ഉണ്ടായോ? ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ 5 കൊല്ലം മുസ്ലിമായി പ്രാക്ടീസിങ് മുസ്ലിമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഭൂമി ആരുടേതാണെന്നറിയോ? തളിപ്പറമ്പ് ടൗൺ മുഴുവനും ആ ഭൂമി ഒരു ഇല്ലക്കാരുടേതായിരുന്നു. ആ ഇല്ലക്കാര് അവരുടെ പള്ളിക്ക് വഖഫ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണ് പറയുന്നത്. 255 ഏക്കർ പള്ളിക്കാരെന്ത് ചെയ്തു? പള്ളിക്കാരതെല്ലാം വിറ്റു. ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുത്തത്. അവർക്കെല്ലാം ഇപ്പൊ നോട്ടീസ് കിട്ടും. 340 ആളുകൾക്ക് നോട്ടീസ് കിട്ടിയേക്കാം. നോട്ടീസ് കിട്ടിയ പുള്ളികളിൽ ചിലർ ജഗജില്ലികളാണ്. 1 പോലീസ് സ്റ്റേഷൻ സ്ഥലത്തെ, 2 താലൂക്ക് ആസ്പത്രി, 3 താലൂക്ക് ഓഫീസ് നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. അവർക്കൊക്കെ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ താലൂക്ക് ഓഫീസിൽ ഞാൻ പോയി. താലൂക്ക് ഓഫീസിന് നോട്ടീസ് കിട്ടാതെ കൂടാതെ അതറിയാം, പക്ഷെ അവിടുത്തെ ഒരു തഹസിൽദാർക്കും നോട്ടീസ് കിട്ടി. ആ തഹസിൽദാർ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ ഒരു യൂണിയൻ ഭാരവാഹിയൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു 3-4 കൊല്ലം മുമ്പ് നിങ്ങൾ നമ്മളെ ബാപ്പാന്റെ രേഖയും കൊണ്ട് വരണമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് പോണ്ടി വന്നില്ല, പക്ഷെ ഇപ്പോ രേഖയും കൊണ്ട് കൊണ്ടുവരുമല്ലോ. അപ്പൊ പറഞ്ഞു, എന്റെ ബാപ്പാന്റെ കാലം മുതലേ ഞങ്ങൾ കൈവശം വെക്കുന്ന ഭൂമിയായിരുന്നു, ഞങ്ങളാകെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ 100 കണക്കിന് ആളുകൾക്കാണ് നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. അവിടെ ഒരു ആശുപത്രി ഉണ്ട് പ്രശസ്തമായ നെൽപ്പറമ്പിലെ. അവിടുത്തെ സീനിയർ ഡോക്ടർമാർ 2-3 പേർ ക്രിസ്ത്യാനികളാണ്. അവർക്കെല്ലാം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ വീട്ടിനൊക്കെ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. അവർ ഈ രേഖ എടുത്തിട്ട് അവരുടെ ഇത് കൊടുത്തിട്ട് അവരുടെ ട്രിബ്യൂണൽ നിരങ്ങുകയാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. അവിടെ വയനാട്ടിൽ നോട്ടീസ് ഇട്ട ഒരാള് പള്ളിയിൽ ഉസ്താദാന്ന് പറഞ്ഞിട്ട് ദീനിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളെന്ന് പറഞ്ഞിട്ട് വഖഫ് ട്രിബ്യൂണലുണ്ടാവും. ഈ പണ്ടുകാലം പറഞ്ഞതുപോലെ ആൾപ്പിടിയനുണ്ടോ ആൾഭേദം എന്നൊരു ചൊല്ലുണ്ട്. അതിൽ പിന്നെ ഉസ്താദെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കണക്കൊന്നുമില്ല. അയാളും പൈപ്പ് കൊടുത്തു, തലേ തൊപ്പിയിലും വെച്ചിട്ട് സങ്കടം ഇങ്ങനെ പറയാണ്, കണ്ണീര് വരുന്നുണ്ട്. പക്ഷെ ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ട് ഒരു യോഗമുണ്ട് വഖഫ് നിയമത്തിനെതിരായിട്ടെന്ന് പറഞ്ഞാൽ ഉസ്താദ് വരുമോ? അപ്പൊ നമ്മുടെ ദീനം വളരെ പ്രധാനമാണ്. പക്ഷെ വീടും പറമ്പോ അപ്പുറം എടുത്തുകൊണ്ട് പോകണം. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണിത്. ചാവക്കാട് എവിടെയുണ്ട്, ഈ കോഴിക്കോടുണ്ട്, എല്ലായിടത്തും ഉണ്ട്, വരികയാണ്. എന്തുകൊണ്ടാണ് മുഴുവൻ സ്ഥലങ്ങളിലും വരാത്തത്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില ആളുകളുണ്ട്, അവരായിരിക്കും എന്റെ പ്രശ്നമൊന്നുമില്ല, എന്റെ പെട്ടിയിൽ രേഖയുണ്ട് എന്നല്ല വിചാരിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിലാണല്ലോ ഇരിക്കുന്നത്. ആ സൈഡിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ചില ആളുകളുണ്ട്, നമ്മളെന്നും ഇത് ബാധിക്കൂലെന്ന്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 2 കൂട്ടരേ ഈ രാജ്യത്തുള്ളൂ. ഈ രാജ്യത്ത് 2 തരം ഭൂമിയേ ഉള്ളൂ. ഇപ്പോ നോട്ടീസ് കിട്ടിയവരും നോട്ടീസ് കിട്ടാതും. നോട്ടീസ് കിട്ടാൻ താമസിക്കുന്നവർ ഒറ്റ കാര്യമുള്ളൂ, 50% കാത്തു നിൽക്കുകയാണ്. 50% കാത്തു നിൽക്കുകയാണ്. അന്ന് മുഴുവൻ വീട്ടിൽ നോട്ടീസ് എത്തും. പിന്നെ നിങ്ങൾക്ക് വേണ്ടി കരയാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. ഇപ്പോ അപ്പുറത്തെ ബാലകൃഷ്ണനാ നോട്ടീസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നടക്കുന്ന ആളുണ്ടല്ലോ, അത് നമ്മളെ ബാധിക്കുന്ന ആളല്ല എന്ന് പറയുന്ന ആളുണ്ടല്ലോ. ഒരു ഉസ്താദിനെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ഇസ്ലാമിക സ്ഥാപനമുണ്ട്. ആ ഇസ്ലാമിക സ്ഥാപനത്തിന് ആരോ വഖഫ് ചെയ്ത ഭൂമി അവരൊരു പോസ്റ്റ് ഓഫീസിന് വാടക കൊടുത്തു. വാടക കൊടുത്തിട്ട് അവിടെ അവർ വലിയ കെട്ടിടം എടുക്കാൻ വേണ്ടിയിട്ട് വാടക കൊടുത്ത പോസ്റ്റ് ഓഫീസുകാരോട് ഒഴിയാൻ പറഞ്ഞു. അങ്ങനെ ഒഴിയാൻ പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തു. പോസ്റ്റ് ഓഫീസ് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമല്ലേ, ഈ പോസ്റ്റ് മാഷും അതുപോലെ തന്നെ ഇവിടുത്തെ പോസ്റ്റ്മാനും വിചാരിച്ച് ഒഴിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ മേലേക്ക് കത്തെഴുതി. സർക്കാർ കാര്യം മുറ പോലെയല്ലേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, വേറൊരു മുറി അന്വേഷിക്കുമെന്ന് പറഞ്ഞു.
അപ്പൊ അവർ മാതൃഭൂമിയിലും മനോരമയിലും പരസ്യം കൊടുത്തു, വേറെ പോസ്റ്റ് ഓഫീസിനോട് വേണ്ടി ഒരു മുറി വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും പോസ്റ്റ് ഓഫീസിന് ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും വലിയ പൊന്നും വില കിട്ടുന്നെടുക്കാൻ പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ വലിയ വിലയൊന്നും കിട്ടൂലല്ലോ, വാടകയൊന്നും കിട്ടൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ആരും കൊടുത്തില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞു നമുക്ക് റൂം കിട്ടിയില്ല, നമ്മൾ ഒയ്യാൻ പറ്റൂല എന്നുണ്ട്. അപ്പൊ അവസാനം പറഞ്ഞു ഒന്നൊരു കാര്യം, നിങ്ങൾ അവിടെ ഒരു ഗ്രിൽസ് ഇട്ടിട്ട് നിങ്ങൾ അപ്പുറം നടത്തിക്കോ, നമ്മൾ ഇപ്പുറം അത് ചെയ്യാന്ന്. ഇവര് മേലേക്ക് അത് ചെയ്തു. പക്ഷെ എന്തോ അതിന്റെ ഫണ്ട് പാസ്സായില്ല. അതിന്റെ പേരിൽ ഇവർ തമ്മിൽ കശവശയായി. അപ്പൊ അവസാനം ഇവിടേക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തു. ഒഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി കേസ് കൊടുത്തു. ആ കേസിൽ നേരത്തെ ഇവിടെ ശംഖു പറഞ്ഞ ആ വകുപ്പ് വെച്ചിട്ട് ഇവരെ 2 വർഷം തടവിന് ശിക്ഷിച്ചു. പോസ്റ്റ് മാഷിയും അതുപോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും 2 വർഷം തടവ്. അവരെന്ത് ചെയ്തു? അവര് പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരായിരുന്നു. അവര് ഈ പേപ്പറും ഇതെല്ലാം എടുത്തിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയതിനു ശേഷമാണ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോ അതിന് മുൻകാല പ്രാബല്യം. കാരണം ഇത് 2009 മുതൽ അതിനു മുമ്പിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് 2013 ഉണ്ടായ നിയമത്തിലെ വകുപ്പ് വെച്ചിട്ടാണ് ഇവരെ കേസ് കൊടുക്കുന്നത്. അതിന്റെ മെറിറ്റ് പോലും നോക്കാതെയാണ് ഇവിടെ വിധി പറയുന്നത്. രേഖ നോക്കുന്നു, വിധി പറയുന്നു, വകുപ്പ് നോക്കുന്നു, വിധി പറയുന്നു. കേസ് അതിനു മുമ്പേ ഉള്ളതാണെന്നു. അതുകൊണ്ട് ആ മുൻകാല പ്രാബല്യം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസിൽ തൽക്കാലം അവർ ഒഴിവാക്കി എന്ന് വെച്ച് ഒഴിവായിന്നൊന്നും അർത്ഥമില്ല. ഈ നിയമം പരിഷ്കരിച്ചില്ലെങ്കിൽ ആ പോസ്റ്റ് മാഷും അതുപോലെ തന്നെ ആ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയും അവർ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ വിചാരിക്കും അവർ 2 ആളെ കിടക്കും തോന്നും. അല്ല, നിങ്ങൾ ഒയ്യാണ്ട് ദം കളിച്ചാൽ നിങ്ങൾ കിടക്കേണ്ടി വരും. അതിനുവേണ്ടിയുള്ള വകുപ്പും കൂടി ഈ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന കരി നിയമം, കാടൻ നിയമം, അത്തരം നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആരാ ഇതെല്ലാം തീരുമാനിക്കുന്നത്? ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇത് ഇവര് തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മതേതര രാജ്യത്ത് ഇത്തരമൊരു പ്രാകൃത നിയമത്തെ പരിഷ്കരിക്കാനുള്ള ശ്രമത്തെയാണ് ഇവരിങ്ങനെ എതിർക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ജാഗരൂകരായില്ലെങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്തുന്നത്. കോൺഗ്രസ് അത്തരം കാര്യങ്ങളെ ചെയ്തു. ഓരോ ദിവസം അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ വലിയ അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്, നയങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആളാ. മൂപ്പർ ഒരു പ്രസ്താവന നടത്തുകയാണ്. ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 2 മുസ്ലിങ്ങൾ എടുക്കുമോ എന്ന യമണ്ടൻ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താ ചോദ്യം? ദേവസ്വം ബോർഡ് എന്നുള്ള ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അതിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുള്ളതാണ്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിം പള്ളികളുടെ കാര്യം നോക്കാനുള്ളതല്ല. അവിടുത്തെ ആരാധനയും ആത്മീയ കാര്യങ്ങളും നോക്കാനുള്ളതല്ല. അവിടുത്തെ ഉസ്താദിനെയും മുക്രിയെയും മുതവല്ലി അല്ലെങ്കിൽ അതുപോലുള്ള മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ നിയമിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് ഭൂമിയായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇതും മതവും ആധ്യാത്മികയും തമ്മിൽ ബന്ധമില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡും വഖഫ് ബോർഡും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു സാദൃശ്യമില്ല. പിന്നെന്തിനാ ഈ കുനിഷ്ഠ ചോദിക്കുന്നത്? കാരണം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ ആലപ്പുഴ പോലത്തെ സ്ഥലത്ത് ജയിക്കൂ. ഇനി ഇവിടെ വരണമെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ, കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിച്ചാൽ പറ്റൂ. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം ഉന്നയിക്കാൻ പോകുന്ന 5 പേരിൽ ഒരാളാണ് എന്ന് മുസ്ലിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലേ പരിഗണനയുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഇതുപോലെ കാര്യം ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം? ഇവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് MP ആകാൻ, MLA ആകാൻ, ഇവർക്ക് അധികാരം കിട്ടാൻ, അങ്ങനെ കൈയിട്ട് വാരാൻ, അഴിമതി നടത്താൻ, അതിനുവേണ്ടി ഈ നാട്ടിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ കൊലക്ക് കൊടുക്കാൻ, അവരെ ഈ ഭീകരവാദികളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ, ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും തകർക്കാൻ വേണ്ടി അരുനിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന്, ഈ ക്രൂരന്മാർ ചെയ്യുന്നത് എന്ന കാര്യം, മതേതരത്വത്തിന്റെ മറവിൽ ഇവര് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, പ്രചരിപ്പിക്കേണ്ടതുണ്ട്. സാധുക്കൾക്ക്, മനുഷ്യന്മാരായ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. അവര് പണ്ടേയുള്ള
ഗാന്ധിജി മൂല്യം സ്നേഹം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇതാണ് കോൺഗ്രസ് എന്ന് വിചാരിച്ച് ഇതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് പി ജയരാജൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം പൊളിറ്റിക്കൽ ഇസ്ലാം, രാഷ്ട്രീയ ഇസ്ലാമും ഇസ്ലാം രാഷ്ട്രീയവും എന്നാണ് പുസ്തകത്തിന്റെ പേര്. വലിയ ചർച്ചയായിരുന്നു. പി ജയരാജൻ അതാ മുസ്ലിം രാഷ്ട്രീയത്തെ വിമർശിക്കുന്നു. ആ പുസ്തകം എടുക്കുന്നുണ്ട്. അതില് CPM മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി, ഈ വിഭാഗത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരു 112 പേജിൽ വിവരിച്ചിരിക്കുകയാണ്. അതാണ് ആ പുസ്തകത്തിലുള്ളത്. അതിലൊന്ന് 2007 ഇവിടെ VS അച്യുതാനന്ദന്റെ സമയത്ത് അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ വീണ്ടെടുക്കാൻ വേണ്ടി നിസാർ കമ്മീഷനെ വെച്ച് മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഭൂമി വീണ്ടെടുത്ത് വഖഫിന്റേതാക്കി മാറ്റി എന്നാണ് പി ജയരാജൻ പറയുന്നത്. ഇപ്പോ അവരുടെ അവിടുത്തെ MLA ഉണ്ടല്ലോ, ആ MLA സമരക്കാരുടെ കൂടെ ഇടക്കിടക്കടെ പോയിരിക്കുന്നു. അപ്പൊ ഇവര് കാക്കയും കരയും കോയും കഴിയും. ഇരകളുടെ കൂടെ നിൽക്കുന്നു എന്ന് ഭാവിക്കുകയും ചെയ്യും. വേട്ടക്കാരുടെ കൂടെ കൂടിയിട്ട് വേട്ട നന്നായി നടത്തുകയും ചെയ്യും. ദീപസ്തംഭം മഹാശര്യം, നമുക്കും കിട്ടണം വോട്ട്. അതിലപ്പുറം വേറൊരു ചിന്തയുമില്ല. ഇവിടുത്തെ മതേതരക്കാർ, യഥാർത്ഥ മതേതര വിശ്വാസികൾ, ഹിന്ദുക്കൾ, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഈ കെണിയെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് അതിശക്തമായി ഈ മതേതരത്വത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ളയെയും കൊലയെയും ഹിംസാപ്രവണതകളെയും അസത്യ പ്രചരണത്തെയും പ്രതിരോധിക്കുക തന്നെ വേണമെന്നും ഈ രാഷ്ട്രത്തെ ഈ രാഷ്ട്രമായി നിലനിർത്താനുള്ള അന്ന് ഇവർ വിളിച്ചത് ചിരിച്ചു നേടി പാകിസ്ഥാൻ, പൊരുതി വാങ്ങും ഹിന്ദുസ്ഥാൻ എന്നാണ്. നിങ്ങൾ അത്രക്കങ്ങ് പൊരുതൊന്നും വേണ്ട, പൊരുതാതെ തന്നെ നിങ്ങൾക്കിത് ശരിയാക്കി തരാമെന്ന് കോൺഗ്രസ് ഇവരോട് പറയുന്നത്. അങ്ങനെ ശരിയാക്കി കൊടുക്കുന്ന പണിയാണ് ഇവര്, കൊട്ടേഷൻ പണിയാണ് ഇവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ശരിയായ നിലപാടെടുത്തുകൊണ്ട് ഈ മാനവവിരുദ്ധമായ, സ്ത്രീവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, മതേതര വിരുദ്ധമായ ഈ നിയമത്തെ വലിച്ചെറിയാൻ, ചവറ്റുകൊട്ടയിലെറിയാൻ ഈ രാജ്യം മുഴുവനും ജനങ്ങൾ അണിനിരന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ വീണ്ടും അത് JPCക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കാര്യം മാത്രമൊന്നല്ല, ഇവിടെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്തെ 100% മുസ്ലിങ്ങളുള്ള ലക്ഷദ്വീപിലെ 100% ആളുകളെയും പട്ടികവർഗ സമുദായത്തിലാക്കിയിട്ട് അവർക്ക് പട്ടികവർഗങ്ങൾക്ക് അവകാശപ്പെട്ട മുഴുവൻ സംവരണാനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. പട്ടിക വർഗവും മുസ്ലിങ്ങളും തമ്മിൽ എന്താ ബന്ധം? എങ്ങനെയാ വിഭാഗത്തിൽപ്പെടുത്തിയത്? എന്നിട്ട് അവിടുന്ന് ഇവിടെ വന്നിട്ട് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാം വന്ന് യഥാർത്ഥത്തിലുള്ള പട്ടികവർഗക്കാരായ ആളുകൾ അവരുടെ സീറ്റുകളിലേക്ക് ഈ സംവരണം ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് കയറുകയാണ്. ഇവിടുത്തെ പട്ടികവർഗക്കാരുടെ പേരിൽ ഇവര് അധികാരത്തിലേറുകയും ചെയ്യും. ആ സീറ്റിൽ മത്സരിക്കും, MP യോ MLA യോ. എന്നിട്ട് അവരെ വഞ്ചിക്കുകയാണ്. ഈ കേരളത്തിൽ ഹിന്ദു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട OBC, അതർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് പറഞ്ഞ ഹിന്ദുക്കളിലെ മറ്റു പിന്നോക്ക സമുദായങ്ങളിലെ അവർക്ക് മാത്രം അവകാശപ്പെട്ട 27% സംവരണത്തിൽ നിന്ന് 12% എടുത്ത് ഇവിടുത്തെ പാവപ്പെട്ട ആശാരിയുടെയും മൂശാരിയുടെയും കൊല്ലന്റെയും അതുപോലെ ഈഴവന്റെയും അതുപോലുള്ള ഹിന്ദു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ 12% എടുത്ത് അങ്ങനെ തന്നെ മുസ്ലിങ്ങൾക്ക് കൊടുത്ത ഭരണഘടനാ വിരുദ്ധമായി കൊടുത്ത ആളുകളാണ് ഇവര്. ഹിന്ദു ഇന്നും ഗതികിട്ട പ്രേതങ്ങളായിട്ട് അലഞ്ഞു നടക്കുകയാണ്. അപ്പുറത്തെ കോടീശ്വരന്മാരായ ആളുകൾ അവരെ മുഴുവനും ഒറ്റ സമുദായമായി മാപ്പിള എന്ന് പറഞ്ഞ്, ജാതിയില്ല എന്ന് പറഞ്ഞ് ഈ സംവരണാനുകൂല്യം ഒറ്റക്കെട്ടായി നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഇതുപോലുള്ള വഞ്ചനകൾ നടക്കുകയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കേന്ദ്ര സർവകലാശാലയാണ്. ആ സർവകലാശാല 50% സീറ്റ് മുസ്ലിങ്ങൾക്ക് സംവരണമാണ്. അതിനെതിരായിട്ട് കൊടുത്ത കേസ്, ആ കേസ് സുപ്രീം കോടതി ഇപ്പൊ തട്ടിക്കളിക്കുകയാണ്. 4-അംഗ ബെഞ്ചിലും 5-അംഗ ബെഞ്ചിലും 9-അംഗ ബെഞ്ചിലും വിട്ടിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അത് വീണ്ടും 3-അംഗ ബെഞ്ചിലാക്കിയാണ്. വലിയ പുരോഗതിയാണ് കേസിൽ. പക്ഷെ ഇതിനിടയിൽ അവിടുത്തെ പ്രവേശന മുറക്ക് നടക്കുന്നുണ്ട്. അതിന് സ്റ്റേ കൊടുക്കാനും നമ്മുടെ മേലാളന്മാർക്ക്, നിയമ മേലാളന്മാർക്ക് സാധിക്കുന്നില്ല.
അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രീണനം ഇത് നമ്മുടെ ഭരണഘടന വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഹിന്ദു വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, മതേതര വിരുദ്ധമായ കാര്യങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഇത് പറയുകയെങ്കിലും ചെയ്യണ്ടേ? ആ പറയുക എന്ന ദൗത്യമാണ് ഹിന്ദു ഐക്യവേദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൗത്യത്തിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സുനിൽകുമാർ പുതൂർമഠത്തെ ക്ഷണിക്കുന്നു.